ആ ഇതേ അധ്വാനിക്കുന്ന ശരീരം അച്ഛാ. ഷുഗർ ഒന്നും ഈ ശരീരത്തിന് 7 അയലൊക്കെ തടുക്കത്തില്ല. പിന്നെ വഴിനീളെ ഇങ്ങനെ തോരാപ്പാര നടന്ന അധ്വാനാവൂലോ. ഞാൻ ചെയ്യുന്നതേ ബിസിനസ്സാ, ബിസിനസ്. അതിനിത്തിരി തേരാപ്പാരൊക്കെ നടക്കണം. കുറച്ചു വർഷം കഴിയുമ്പോ ഇപ്പൊ എന്നെ പുച്ഛിക്കുന്ന പലരും എന്റെ മുമ്പ് വന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് കൈ നീട്ടി നിൽക്കും. എന്നിട്ട് എന്നെ വാനോളം പുകഴ്ത്തും. ഓഹോ, ദീർഘവീക്ഷണായിരിക്കും. അല്ല, ആത്മവിശ്വാസം. ഓ ഓ ഓ ഓ അല്ലട ജയ, നിന്റെ ഹോട്ടലിൽ തീപിടുത്തുണ്ടായ നഷ്ടം നീ എങ്ങനെ നികത്തിയ? അല്ല, ഈ വേണ്ടപ്പെട്ടവരെ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ലല്ലോ. ഓ, അതറിയാവുന്നോണ്ട് ഞാൻ പലിശയ്ക്ക് കുറച്ച് ക്യാഷ് വാങ്ങിച്ച് വേണ്ടതൊക്കെ അങ്ങ് ചെയ്തു. ഓഹോ, അപ്പൊ നീ വലിയൊരു തുക പലിശക്ക് എടുത്തു ഇല്ലേ? അതെ, ഒരു 5-6 ലക്ഷം രൂപ പലിശയ്ക്ക് എടുത്തു. ആ, ഇപ്പോഴാ മധുരം കൃത്യമായത്. 5-6 ലക്ഷം രൂപ പലിശക്കെടുത്ത് നാശനഷ്ടം നികത്തിയ ഒരു ബിസിനസ്സുകാരന്റെ മുഖത്ത് ഇത്രയ്ക്ക് സന്തോഷം. കച്ചവടം ആവുമ്പോ ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ. പണം വരും പോകും. ഓഹോ, അമിതമായി സന്തോഷിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നവരെ ബുദ്ധിശൂന്യമാരാണെന്നൊക്കെ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ഏതോ ഒരു മഹാൻ. ഓ, വേണോട്ടാ, മതി. കുറച്ചു നാള് നിങ്ങൾ വലിയ കൂട്ടായിരുന്നില്ലേ? വീണ്ടും തുടങ്ങിയോ വഴക്ക്? വഴക്കൊന്നുമില്ല, ഞാൻ കാര്യം പറഞ്ഞതാ. മൺമറഞ്ഞു പോയ എന്റെ പ്രിയപ്പെട്ട മുത്തച്ഛൻ സ്വപ്നത്തിൽ എന്നോട് ഒന്ന് പറഞ്ഞു, രവി, നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ നീ ഒരു തീർത്ഥയാത്രയ്ക്ക് പോകണം. ആരോടും ഒന്നും പറയാതെ അപ്പൊ തന്നെ ഞാനങ്ങിറങ്ങി. രുക്മിണിയോട് പോലും ഞാൻ പറഞ്ഞത് മക്കളുടെ വിവാഹകാര്യത്തിൽ വന്ന മാനക്കേട് കാരണം ഞാൻ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന്. തിരുപ്പതി, ശ്രീരംഗം, കാശി, അമർനാഥ്, രാമേശ്വരം, അങ്ങനെ ഞാൻ സന്ദർശിക്കാത്ത ക്ഷേത്രങ്ങളൊന്നും ഇന്ത്യയിലില്ല. പളനിയിൽ ഭഗവാൻ മുരുകനോട് ഞാൻ എന്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാ എന്റെ മോള് രമ്യ എന്നെ വിളിച്ചത്. വർമ്മ സാറിന്റെ വീട്ടിൽ ചെന്ന്, അതും രുക്മിണി തന്നെ എന്റെ രമ്യ മോളുടെ ആഗ്രഹത്തിന് വേണ്ടി സംസാരിച്ചെന്നറിഞ്ഞപ്പോ, നിങ്ങൾക്കും ഈ ബന്ധത്തിൽ വിരോധമില്ലെന്നറിഞ്ഞപ്പോ പിന്നെ ഞാനൊന്നും നോക്കിയില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. രാധമ്മ ഇവിടെ കാണുവോ, അതോ എവിടെയെങ്കിലും പോയി കാണോ? നോക്കാം. വേണോട്ടാ, സംഭവിച്ചതൊക്കെ എന്തെങ്കിലും ആകട്ടെ. ഇനി നമുക്ക് നമ്മുടെ മക്കളുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തേക്കാം. എന്റെ മകൾ രമ്യയും വേണുവേട്ടന്റെ മകൻ രാജുവും തമ്മിലുള്ള വിവാഹം നടക്കണം. ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ പോയി പ്രാർത്ഥിച്ചു. ആ ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ആരാധനാമൂർത്തികളോടൊക്കെ ഞാൻ യാചിച്ചതുപോലെ വേണുവേട്ടനോട് ഞാനിപ്പോ യാചിക്കുക, നമ്മുടെ മക്കളുടെ വിവാഹം നടക്കണം. രതിക മോള്, ഇവിടെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളി? ആ, രതിക കൃത്യസമയത്ത് തന്നെയാണല്ലോ വന്നത്. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? രാധമ്മേ, ഋതികയോട് ഇരിക്കാൻ പറ. മോളുവാ. എനിക്ക് വല്ലാത്തൊരു അടുപ്പമുണ്ടായി. ആ അടുപ്പം പതിയെ പ്രണയമായിട്ട് മാറി. ദീപകുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ച്
നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ രാജുവിനെ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു രാജുവിന്റെ ഭാര്യയായി രാജുവിന്റെ വീട്ടിലേക്ക് എനിക്ക് പോവേണ്ടി വന്നു. അത് ദീപകന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു പോംവഴി മാത്രമായിരുന്നില്ല. രാജുവിനെ എനിക്ക് ശരിക്കും ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാനന്ന് അങ്ങനെ ചെയ്തത്. ഒരാണിനോട് പ്രണയമില്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ അവന്റെ ഒപ്പം ജീവിക്കാനായി എല്ലാം വിട്ടെറിഞ്ഞ് ഇറങ്ങിപ്പോവാൻ തയ്യാറാവുക എന്ന് റോഹൻ എന്ന് ആലോചിച്ച് നോക്ക്. രാജുവിനെ ഞാൻ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് റോഹൻ. റോഹൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്. റോഹന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പോലെ റോഹന്റെ കോൺസെപ്റ്റിലുള്ള റോഹന്റെ സ്വപ്നങ്ങൾക്ക് സാദൃശ്യമുള്ള സുന്ദരിയായ മറ്റൊരു പെൺകുട്ടിയെ റോഹന് ലഭിക്കും. റോഹൻ എന്നോട് ക്ഷമിക്കണം. എന്റെ മാനസികാവസ്ഥ റോഹന് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റോഹനെ ഞാൻ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഐ എം സോറി റോഹൻ. ഐ ലവ് രാജു. മോളെ എന്തായി കാര്യങ്ങള്? മോള് രാധമ്മയോടും പ്രിയോടും സംസാരിച്ചോ? അത് ചെറിയമേ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നോ? അതെ ചെറിയമേ, ഞാൻ രാജുവിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ രമ്യയും രമ്യയുടെ അച്ഛനും ഉണ്ട്.